പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകം മുഴുവനുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും ഡിവൈൻ വോയിസിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹത്തിന് അതിർവരമ്പുകളില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ക്രിസ്തു ഈ മനോഹരമായിട്ടുള്ള ദിവസത്തിൽ നമ്മെ ക്ഷണിക്കുന്നത് സ്നേഹത്തിൻ്റെ ഒരു 5ാം സുവിശേഷമായിട്ട് മാറുവാനായിട്ടാണ്. ബൈബിൾ ചരിത്രം നമ്മൾ ഉടനീളം നോക്കുമ്പോൾ ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സ്നേഹം കൊണ്ട് മനുഷ്യനെ തോൽപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ്. പ്രത്യേകമായിട്ട് ഈ ഭൂമിയുടെ സൃഷ്ടി, അതായത് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം തുടങ്ങി ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുന്നത് തുടങ്ങി ദൈവം ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് മനുഷ്യനെ ആവോളം ദൈവത്തിൻ്റെ കരുതലിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം മനുഷ്യനെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് ദൈവം ഇങ്ങനെ സ്വന്തമാക്കും തോറും, ദൈവം സ്നേഹിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും തോറും ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രമാണ് നമ്മൾ ബൈബിളിൽ കാണുക. ബൈബിളിൽ ആദ്യം മാതാപിതാക്കളായ ആദവും ഹവ്വയും പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന നിമിഷത്തിൽ തുടങ്ങി അവരുടെ ജീവിതങ്ങളിലേക്ക് ദൈവം ചെറിയ ചെറിയ ശിക്ഷകൾ ഇങ്ങനെ കൊടുക്കുമ്പോഴും അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ പരിപാലനയുടെ കരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എവിടെയൊക്കെ മനുഷ്യൻ ഇടറിപ്പോകുന്നുവോ അവിടെയൊക്കെ ഒരുപാട് ഇങ്ങനെ തീക്ഷ്ണതയോടുകൂടിയിട്ട് 10 ഇരട്ടി തീക്ഷ്ണതയോടുകൂടിയിട്ട് മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ് ബൈബിൾ നമുക്ക് മുൻപിൽ വരച്ചു കാണിക്കുന്നത്. അതുകൊണ്ടാണ് ബാറൂഖ് പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, മകനെ, നീ ദൈവത്തിൽ നിന്നും അകന്നു പോയതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടുകൂടിയിട്ട് ദൈവത്തെ തേടുവിനെന്ന്. ഇങ്ങനെ ദൈവം സ്നേഹിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും ഒരു ആത്മബന്ധം ബൈബിളിലൂടെ വരച്ചു കാണിക്കുമ്പോൾ ഈ ഒരു സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക അബ്രാഹത്തിൻ്റെ ജീവിതത്തിലൂടെയാണെന്ന് തോന്നുന്നു. അബ്രാഹാം ദൈവത്തിൻ്റെ പദ്ധതികളോട് ഇങ്ങനെ വളരെ കുലീനമായിട്ട് ഇങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് അതിനോട് ഇങ്ങനെ സഹകരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ജീവിതത്തിലുണ്ടാകുന്ന വലിയ പ്രതിസന്ധികളുടെയൊക്കെ നിമിഷത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികളോട് ചേർന്ന് നിൽക്കുന്ന അബ്രാഹാം ഒരു വലിയ ജനതയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവമായ കർത്താവ് ഇങ്ങനെ വിളിക്കുന്ന സമയത്തൊക്കെ തനിക്ക് സ്വന്തമായുണ്ടായിരുന്ന എല്ലാം, തൻ്റെ വീടും കുടുംബമൊക്കെ ഇങ്ങനെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് അബ്രാഹാം ഇറങ്ങിത്തിരിക്കുകയാണ്. അബ്രാഹത്തിൻ്റെ ഐഡന്റിറ്റി പോലും മാറുന്നതായിട്ടാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. ദൈവമായ കർത്താവ് അബ്രാഹത്തിൻ്റെ പേര് മാറ്റിക്കൊണ്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന നിമിഷത്തിൽ അവനൊരു പുതിയ വ്യക്തിയായിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് എടുത്തുയർത്തപ്പെടുകയാണ്. അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിയോട്, ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങളിലൊക്കെ അവൻ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുടെ നിമിഷങ്ങളുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ജീവിതങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് വെല്ലുവിളികളുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവിടെയൊക്കെ അവനെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ആഴപ്പെടുത്തുവാനായിട്ടാണ് ദൈവമായ കർത്താവ് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഓരോ ദിവസവും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അബ്രാഹത്തിൻ്റെ ജീവിതത്തെ നമ്മൾ കൂടുതൽ ആഴത്തിൽ ഇങ്ങനെ ഒന്ന് പരിചിന്തനം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വാർദ്ധക്യത്തിൽ ജനിക്കുന്ന തൻ്റെ പ്രിയ പുത്രനെ പോലും ബലി കഴിക്കുവാനായിട്ട് ദൈവമായ കർത്താവ് പറയുന്ന നിമിഷത്തിൽ ഒരു അണുവീണ ചിന്തിക്കാതെ, ഒരു ഗ്യാപ്പിടാതെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാതോർത്തുകൊണ്ട് മോറിയ മലയിലേക്ക് തൻ്റെ പ്രിയപുത്രനുമായിട്ട് കടന്നു പോകുന്ന ഈ അബ്രാഹാം മോറിയ മലയുടെ നെറുകയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തൻ്റെ പ്രിയപുത്രനായിട്ടുള്ള കണ്ണിലുണ്ണിയായിട്ടുള്ള ഇസ്ഹാക്ക് അബ്രാഹത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, പിതാവേ, വിറകും തീയും നമ്മുടെ കയ്യിലുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെയെന്ന്. മകന്റെ ആ ഒരു ചങ്കുലയ്ക്കുന്ന ചോദ്യത്തിന് മുൻപിൽ ഒരു പക്ഷേ അബ്രാഹാം ഒന്ന് പതറിപ്പോയിട്ടുണ്ടാകാം. പക്ഷേ ദൈവത്തിൽ ഇങ്ങനെ ഒരുപാട് ആശ്രയം വെച്ചുകൊണ്ട് ദൈവം എന്തൊക്കെ പ്രതിബന്ധങ്ങളും എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് തന്നാലും അതിനൊക്കെ ഉത്തരം തരുവാനായിട്ട് ശക്തിയുള്ള ഒരു ദൈവമുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം അബ്രാഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അബ്രാഹാം ഇസ്ഹാക്കിനോട് പറയുന്നത്, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരുമെന്ന്. അങ്ങനെ ആ ഒരു ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് അബ്രാഹാം ഇങ്ങനെ നിൽക്കുന്ന നിമിഷത്തിൽ, അവൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന നിമിഷത്തിൽ അബ്രാഹാം ദൈവത്തോട് ഇത്രമാത്രം സ്നേഹത്തോടു കൂടിയിട്ട് പെരുമാറുന്നു എന്ന് കാണുന്ന ദൈവം മുൾച്ചെടികൾക്കിടയിൽ കുടങ്ങിക്കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ ഇസ്ഹാക്കിന് പകരമായിട്ട് ബലി കഴിക്കുവാനായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്.
അത്രമാത്രം ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് മനുഷ്യനോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു ദൈവത്തിന്റെ ചിത്രം ദൈവമായ കർത്താവ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലൂടെ നമുക്ക് മുൻപിൽ വരച്ചു കാണിക്കുമ്പോൾ, ബൈബിൾ ചരിത്രം നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്നും ഇങ്ങനെ ഇടറിപ്പോകുന്ന ഒരു മനുഷ്യന്റെ ചിത്രം കൂടി തിരുവചനം നമ്മൾക്ക് മുൻപിൽ വരച്ചു കാണിക്കുന്നുണ്ട്. ഈ ഒരു ഉടമ്പടി ബന്ധത്തിലേക്കൊക്കെ ദൈവം മനുഷ്യനെ ഇങ്ങനെ വിളിച്ചു കൂട്ടുമ്പോൾ ആ ഉടമ്പടിയിൽ നിന്നും വിശ്വസ്തത കാണിക്കാതെ, ഉടമ്പടിയിൽ നിന്നും അറിയാതെ ഇങ്ങനെ തെന്നി മാറിപ്പോകുന്ന മനുഷ്യൻ, അടിമത്തത്തിന്റെ നാളുകളിൽ പോലും അവിടെയുള്ള ഇറച്ചിപ്പാത്രങ്ങളിൽ ഒരുപാട് ഇങ്ങനെ ആശ്വാസം കണ്ടെത്തിക്കൊണ്ട് ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്നും മനുഷ്യൻ ഇടറി മാറിപ്പോകുമ്പോൾ, ദൈവത്തെ പരിതപിക്കുമ്പോൾ അവൻ ഒരുപാട് ഇങ്ങനെ ആകുലചിത്തനാവുകയാണ്. കാനാൻ നാട്ടിലേക്കുള്ള ആ ഒരു യാത്രയുടെ നിമിഷത്തിലൊക്കെ ദൈവമായ കർത്താവ് പല രീതിയിൽ ഇങ്ങനെ രക്ഷാകവചം തീർത്തിട്ടും ആ ഒരു രക്ഷയുടെ സ്നേഹത്തിന്റെ മാർഗങ്ങളെയൊക്കെ മറന്നുകൊണ്ട് മനുഷ്യൻ ദൈവത്തിനെതിരെ ഇങ്ങനെ മറുതലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മനുഷ്യൻ എത്രയൊക്കെ ഇങ്ങനെ മറുതലിച്ച് നിൽക്കുമ്പോഴും അവിടെയൊക്കെ കൊച്ചു കൊച്ചു സഹനത്തിന്റെ നിമിഷങ്ങളിലൂടെ, വേദനയുടെ നിമിഷങ്ങളിലൂടെ മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിന്റെ ചിത്രം തിരുവചനത്തിലൂടെ നമ്മളെ കാണിക്കുന്നുണ്ട്. മനുഷ്യൻ ഇങ്ങനെ എത്രമാത്രം ദൈവത്തിൽ നിന്നും അകന്നു പോയെന്നാലും അവിടെ ചില പ്രവാചക സ്വരങ്ങളിലൂടെ, ചില തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരിലൂടെ ദൈവമായ കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ നിന്നെ വീണ്ടും വീണ്ടും ഒരുപാട് സ്നേഹിക്കുന്നുവെന്നാണ്. ബൈബിൾ നമ്മളിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഈ ഒരു ദൈവത്തോട് സ്നേഹം കാണിക്കുന്ന ഒരുപാട് മനുഷ്യരെയൊക്കെ ഇങ്ങനെ ദൈവം തിരിച്ച് സ്നേഹിക്കുമ്പോൾ ദൈവം അവിടെയൊക്കെ ചില ഉപമകളിലൂടെ മനുഷ്യന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പഴയ നിയമ പ്രവാചകന്മാരിലൂടെയൊക്കെ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഹോസിയ പ്രവാചകന്റെ ജീവിതത്തിലേക്കൊക്കെ ഇന്ന് കണ്ണോടിക്കുമ്പോൾ, ഈ ഹോസിയ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ അടിമത്തത്തിന്റെ നാളുകളിലൂടെ കടന്നു പോകുന്ന ആ ഒരു ജനത്തെയൊക്കെ രക്ഷിക്കുവാനായിട്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഹോസിയ പ്രവാചകനൊക്കെ നടന്നു നീങ്ങുന്ന ഒരുപാട് വെല്ലുവിളിയുടെ, ഒരുപാട് പ്രതികൂല സാഹചര്യത്തിന്റെ നാളുകളുണ്ട്. ഈ ഒരു ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ ഒരു വലിയ വാഗ്വാദത്തേക്ക് ഇങ്ങനെ കാണിക്കുവാനായിട്ട് ഈ ഹോസിയ പ്രവാചകൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് പോലും ഗോമർ എന്ന് പറയുന്ന ഒരു വേശ്യ സ്ത്രീയെ വിവാഹം കഴിക്കുവാനാണ്. അത്ര നല്ല ഒന്നുമല്ലാത്ത ഈ ഗോമർ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഹോസിയ പ്രവാചകൻ, ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രവാചകൻ, ഇങ്ങനെ വിവാഹം കഴിക്കുവാനായിട്ടൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഹോസിയ പ്രവാചകൻ ദൈവമായ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രമാത്രം ഒരു തെറ്റ് ചെയ്തതെന്ന്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി നീ തരുന്നതെന്നൊക്കെ ഹോസിയ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ദൈവമായ കർത്താവ് നമുക്ക് മുൻപിൽ വരച്ചു കാണിക്കുന്നത്, ഇടറിപ്പോകുമ്പോഴും അവിടെയൊക്കെ നിന്നെ ചേർത്ത് പിടിക്കുന്ന വലിയ ഒരു കരുതലിന്റെ കരം നിന്റെ ഒപ്പം ഉണ്ട് എന്നുള്ളതാണ്. ബൈബിൾ ചരിത്രം നമ്മൾ വീണ്ടും നോക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ജനത്തെ ദൈവമായ കർത്താവ് വരച്ചു കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: അവരുടെ ശിരസ് മുതൽ ഉള്ളം കാൽ വരെ ക്ഷതങ്ങളായിരുന്നുവെന്ന്, അവരുടെ ശരീരം മുഴുവൻ വ്രണങ്ങളായിരുന്നുവെന്ന്, രക്തവർണ്ണമാണ് അവരുടെ ജീവിതമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എണ്ണി എണ്ണി ഇസ്രായേൽ ജനത്തെ, തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ പാപങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലൂടെ ദൈവമായ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ രക്തവർണ്ണമെങ്കിലും ഞാനതെല്ലാം കഴുകി മഞ്ഞുതുള്ളി പോലെ വെണ്മയുള്ളതാക്കുമെന്ന്, അനുസരിക്കുമെങ്കിലും നിങ്ങൾ ദൈവമഹത്വം ദർശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു അവസരം കൂടി കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന, ഇങ്ങനെ വെമ്പൽ കൊള്ളുന്ന ഒരു ഹൃദയമുള്ള ഒരു പിതാവായ ദൈവമാണ് നമ്മുടെ ദൈവം. വീണ്ടും നമ്മളിങ്ങനെ ബൈബിൾ ചരിത്രം നോക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 44-ാം അധ്യായം 22-ാം വാക്യത്തിലൂടെ ദൈവമായ കർത്താവ് പറഞ്ഞു വെക്കുന്നുണ്ട്, നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും ഞാൻ അതെല്ലാം കഴുകി മഞ്ഞുതുള്ളി പോലെ വെണ്മയുള്ളതാക്കി തീർക്കുമെന്ന്.
എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നോളം വന്നുപോയ തെറ്റുകളും കുറവുകളും ഇങ്ങനെ കാർമേഘം പോലെ ചുവന്ന് കട്ട പിടിച്ചിരിക്കുന്നതാണെങ്കിൽ പോലും എന്നെ അതിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു ദൈവ സ്നേഹം എന്ന് പറയുന്ന ചിന്തയിലൂടെ ഈ ഒരു പ്രഭാതത്തിൽ, ഈ ഒരു ദിവസത്തിൽ ദൈവമായ കർത്താവ് നമുക്ക് മുൻപിലേക്ക് വെച്ച് നീട്ടുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ആധുനിക ലോകത്തിലേക്ക് ജീവിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ തെറ്റിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുവാനായിട്ടുള്ള സാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം, മൊബൈലിൻ്റെ, സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഉപയോഗം ഒരുപാട് ഇങ്ങനെ തെറ്റിൻ്റെ വഴികളിലേക്ക് പോകുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും നയിക്കുമ്പോഴും എൻ്റെ ദൈവം വീണ്ടും വീണ്ടും എന്നെ സ്നേഹിച്ചുകൊണ്ട് പറയുന്നത്, മകനെ, നീ ഒന്നുകൂടി ഒന്ന് കുമ്പസാരിക്കുക. വീണ്ടും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് ഓരോ ദൈവസ്നേഹത്തിലൂടെയും ആ അനുഭവത്തിൻ്റെ കുമ്പസാരക്കൂട്ടിലൂടെ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് വെച്ച് നീട്ടുന്നത്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കംഫർട്ട് ആകുവാനായിട്ട് കിട്ടുന്ന ഒരു വേദി കൂടിയാണ് കുമ്പസാരക്കൂട്. ദൈവം നിന്റെ തെറ്റുകളും കുറവുകളും ഒന്നും നോക്കാതെ ഒരുപാട് ഇങ്ങനെ കരുണയോട് കൂടിയിട്ട് നിന്നെ ചേർത്ത് പിടിക്കുവാനായിട്ട് കാത്തിരിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ ഫീലിങ്ങോട് കൂടിയിട്ട് വേണം പ്രിയമുള്ളവരെ ആ ഒരു ദൈവസ്നേഹത്തിൻ്റെ ആഴം തേടുന്ന കുമ്പസാരക്കൂട്ടിലേക്കൊക്കെ നടന്നു ചെല്ലുവാനായിട്ട്. നമ്മൾ വീണ്ടും ഇങ്ങനെ ബൈബിൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു ദൈവസ്നേഹത്തെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഈ ഒരു ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയൊക്കെ എത്തി നിൽക്കുന്നത് ക്രിസ്തുവിൽ തന്നെയാണ്. ഈ ഒരു രക്ഷാകര ചരിത്രത്തിൻ്റെ പൂർത്തീകരണം എന്ന വണ്ണം ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പിടി മനുഷ്യരെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ദൈവമായ കർത്താവ് വരച്ചു കാണിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേപ്പിതാവൊക്കെ അതിന് വലിയ ഉദാഹരണങ്ങളാണ്. പരിശുദ്ധ അമ്മ അവളുടെ ജീവിതത്തിൻ്റെ പദ്ധതികളെയൊക്കെ ഇങ്ങനെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് ദൈവിക പദ്ധതികളോട് ചേർന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന്. തൻ്റെ ജീവിതത്തെ മുഴുവനായിട്ട് ഇങ്ങനെ അടിയറവ് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ അവൾ നൽകുന്ന വലിയൊരു സ്നേഹത്തിൻ്റെ പാഠമുണ്ട്. വീണ്ടും നമ്മൾ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ജീവിതത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് കാണുന്നുണ്ട്, ആ ഒരു സ്വപ്നം ലഭിക്കുന്ന നിമിഷത്തിൽ തന്നെ മറുതലിച്ചൊരു വാക്കുപോലും പറയാതെ ദൈവിക പദ്ധതികളോട് ഇത്രമാത്രം ഇങ്ങനെ ഒരു നിസ്വാർത്ഥ സ്നേഹത്തോടു കൂടിയിട്ട് നിൽക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവ്. വീണ്ടും നമ്മളിങ്ങനെ ബൈബിൾ ചരിത്രം നോക്കുമ്പോൾ ഈശോയുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് മനുഷ്യരിങ്ങനെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതുപോലെ തന്നെ ഈശോ നിസ്വാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും തിരിച്ച് ഈശോയെ തോൽപ്പിക്കുന്ന മനുഷ്യരും. ഈശോ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർ പോലും ഈശോയെ ഇങ്ങനെ സ്നേഹിക്കാതെ തോൽപ്പിക്കുന്നത് കാണുമ്പോൾ അവൻ നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് കണ്ട് അവൻ്റെ ആ ഒരു സ്നേഹത്തിലേക്ക് അടുക്കുന്ന ഒരുപാട് കുറവുകളുള്ള മനുഷ്യരെ തിരുവചനം നമുക്ക് മുൻപിൽ വരച്ചു കാണിക്കുന്നുണ്ട്. പാപിനിയായിട്ടുള്ള സ്ത്രീയും അന്ധനായിട്ടുള്ള മനുഷ്യനും ബധിരനായിട്ടുള്ള ആ അന്ധയാചകനും ഒക്കെ ഇതിന് വലിയ മകുട ഉദാഹരണങ്ങളാണ്. ജീവിതത്തിൻ്റെ കുറവുകളോട് കൂടിയിട്ട് അവരെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ഒരു രക്ഷകൻ അവരുടെ ഒപ്പമുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് കിട്ടുമ്പോൾ അന്നോളം ഉണ്ടായിരുന്ന അവരുടെ ജീവിതത്തിൻ്റെ, അവരുടെ പാപത്തിൻ്റെ അവസ്ഥകളെയൊക്കെ മറന്നുകൊണ്ട് തിരിച്ച് ക്രിസ്തുവിലേക്ക് ഇങ്ങനെ നടന്നെടുക്കുന്ന മനുഷ്യർ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ പാപിനിയായ സ്ത്രീയുടെ ഉപമ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ഒരു പാപിനിയായ സ്ത്രീയുടെ ഉപമ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ, ഒന്ന് അത് മനസ്സിരുത്തി വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എവിടെയൊക്കെയോ ഇങ്ങനെ ഒന്നൊന്ന് കണ്ണുനീർ പൊടിയുന്നുണ്ടാകും. ആ വചനത്തിൽ ദൈവമായ കർത്താവ് ക്രിസ്തു അവളുടെ അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, മകളെ, നിന്റെ നിരവധിയായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഒരു പക്ഷെ ആ സ്ത്രീ അവളുടെ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള വാക്കുകളായിരുന്നിരിക്കണം അത്. നിന്റെ നിരവധിയായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ അവളുടെ മുൻപിൽ നിന്നുകൊണ്ട് ഇത്രമാത്രം ഇങ്ങനെ അവളെ സ്നേഹിക്കുമ്പോൾ അവൾ അനുഭവിക്കുന്ന ആ ഒരു നിർവൃതി എത്രമാത്രം വലുതായിരിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഒരു ദിവസത്തിൽ ദൈവസ്നേഹത്തെപ്പറ്റി നമ്മളിങ്ങനെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇങ്ങനെ സ്നേഹം തരുന്ന ചില മനുഷ്യരെ കൂടി നമ്മൾ തിരിച്ചറിയണം.
നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ നമുക്ക് വേണ്ടിയിട്ട് ജീവിതം വ്യയം ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ മക്കളൊക്കെ നമ്മുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മക്കളെയൊക്കെ ഇങ്ങനെ വളർത്തി വലുതാക്കുവാനായിട്ട് കഷ്ടപ്പെടുന്ന അപ്പൻ്റെയും അമ്മയുടെയൊക്കെ ജീവിതങ്ങൾ ഒരുപാട് ഇങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തിയിട്ടും, ഒരുപാട് ഇങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് രാപകലില്ലാതെ ഇങ്ങനെ അധ്വാനിച്ചിട്ടും, സ്വന്തം സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ വേണ്ട എന്ന് വെച്ചിട്ടും ഒരുപാട് ജീവിതത്തിൽ വേദന അനുഭവിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു അമ്മച്ചിയെ കാണുവാനായിട്ടിടയായി. ഒരു വിവാഹത്തിൻ്റെ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്ന ഒരു അമ്മ. ഈ അമ്മ വളരെ വേഗത്തിൽ ഇങ്ങനെ ഓടുകയാണ്. ഈ അമ്മ ഇങ്ങനെ വളരെ വേഗത്തിൽ ഓടുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഈ അമ്മച്ചിയുടെ അടുത്ത് നിന്ന് ചോദിച്ചു, അമ്മച്ചി എന്താ ഇത്ര പെട്ടെന്ന് വീട്ടിലേക്ക് ഓടുന്നതെന്ന്. അപ്പോൾ ഈ അമ്മച്ചിയുടെ കയ്യിൽ ഒരു ഐസ്ക്രീം ഇരിപ്പുണ്ട്. ഈ ഐസ്ക്രീം ഇങ്ങനെ അലുത്തു തുടങ്ങി കയ്യിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ അമ്മ പറയുകയാണ്, അച്ഛാ, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നതും കാത്ത് എൻ്റെ കൊച്ചുമകൻ കാത്തിരിപ്പുണ്ട്. അവന് ഐസ്ക്രീം വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒലിച്ചിറങ്ങുന്ന ഐസ്ക്രീമുമായി പിടിച്ചുകൊണ്ട് ഈ അമ്മച്ചി ഇങ്ങനെ വളരെ വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു നീങ്ങുകയാണ്. എന്നെ കാണുന്ന പ്രിയമുള്ളവരെ, നമ്മളുടെയൊക്കെ ജീവിതങ്ങളിൽ ഇതുപോലുള്ള ഒരു അപ്പൻ്റെയോ ഒരു അമ്മയുടെയോ ഒരു സഹോദരൻ്റെയോ ഒരു സഹോദരിയുടെയോ കഥ പറയുവാനായിട്ട് ഉണ്ടാകും. നിങ്ങളുടെ ജീവിതങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ട എന്ന് പറയുന്ന ഒരു അപ്പൻ്റെയോ ഒരു അമ്മയുടെയോ ഒരു സഹോദരൻ്റെയോ സഹോദരിയുടെയോ മുഖങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ ഇന്ന് ഈ ഒരു നിമിഷത്തിൽ തെളിയുന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ ഒപ്പമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവമായ കർത്താവ് ഈ ഒരു സ്നേഹത്തിന്റെ ചരിത്രം നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളിപാട് പുസ്തകത്തിന്റെ അവസാനം അധ്യായം, പ്രത്യേകിച്ച് 21-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവമായ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ ഞാൻ തുടച്ചു മാറ്റുമെന്ന്. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, അതായത് ഇന്ന് മാമോദീസ ജലം വീണ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിട്ട് തീർന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ വന്നുപോയ കുറവുകളെയും പരാജയങ്ങളെയും എല്ലാം ദൈവമായ കർത്താവ് തുടച്ചു നീക്കുമെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് തരുന്ന വലിയൊരു ആശ്വാസത്തിന്റെ നിമിഷമാണ്. നമ്മുടെ ജീവിതങ്ങളിൽ വന്നുപോയ എല്ലാ നിമിഷങ്ങളിലെയും ദൈവമായ കർത്താവ് ഇത്രമാത്രം ചേർത്ത് പിടിക്കുമ്പോൾ സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ദൈവമായ കർത്താവ് ഇത്രമാത്രം സ്നേഹിക്കുമ്പോൾ അവൻ്റെ ആ ഒരു സ്നേഹത്തിലേക്ക് നടന്നെടുക്കുവാനുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഒന്നുകൂടി നമ്മളൊന്ന് കടന്നു വന്ന് ചിന്തിക്കുമ്പോൾ ഈ ഒരു ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ആസ്വദിക്കുവാനായിട്ട് കിട്ടുന്ന മറ്റ് പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ് കൂദാശകൾ എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയിലൂടെയും കുമ്പസാരത്തിലൂടെയും ഒക്കെ ഈശോ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ കടന്നു വരുവാനായിട്ട് കൊതിക്കുമ്പോൾ ആ ഒരു ദൈവ സ്നേഹത്തെ ഒരുപാട് തീക്ഷ്ണതയോട് കൂടിയിട്ട് സ്വന്തമാക്കുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കണം. നമ്മുടെ ജീവിതങ്ങളിൽ ഓരോ വിശുദ്ധ കുർബാനയ്ക്കും നമ്മൾ ചെല്ലുമ്പോൾ തക്ക ഒരുക്കത്തോടു കൂടിയിട്ടൊക്കെ ഒന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. തിരുസഭാ മാതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും വിശുദ്ധ കുർബാന മുഴുവനായിട്ട് പങ്കെടുക്കണമെന്ന്. വിശുദ്ധ കുർബാന അതിൻ്റെ പരിശുദ്ധിയോട് കൂടിയിട്ട് ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലൊക്കെ ആചരിക്കണമെന്നും ഓർക്കണമെന്നും അനുഷ്ഠിക്കണമെന്നും ഒക്കെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തീക്ഷ്ണത നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകണം. പൗലോസിനുണ്ടായ ആ ഒരു തീക്ഷ്ണതയൊക്കെ, സാവൂളിൽ നിന്നും പൗലോസിലേക്കുണ്ടായ ആ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവമൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ എപ്പോൾ സ്വന്തമാക്കുന്നുവോ അവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരു പുത്തൻ ഉണർവ്, ആ ഒരു ദൈവസ്നേഹത്തിൻ്റെ ഒരു ജ്വലനം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നത് പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ ഈ ഒരു ദൈവത്തോടുള്ള ആ ഒരു ദൈവ സ്നേഹത്തെ പ്രതിയുള്ള വലിയ ഒരു ദാഹം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. എൻ്റെ ജീവിതത്തിൻ്റെ ഏത് സഹനത്തിൻ്റെ നിമിഷത്തിലും എനിക്കൊന്ന് ചെന്ന് ആശ്രയം കണ്ടെത്തുവാനായിട്ട് ഒരു സക്രാരിയുണ്ട് എന്നുള്ള ഒരു ബോധ്യം. പ്രത്യേകിച്ച് വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കടന്നു ചെന്ന് ചിന്തിക്കുമ്പോൾ വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ജീവചരിത്രമൊക്കെ ഇങ്ങനെ എഴുതുമ്പോൾ ചരിത്രകാരന്മാർ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്.
ആരെങ്കിലും വിശുദ്ധ ചാവറപ്പിതാവിനെ അന്വേഷിച്ച് വരുമ്പോൾ ചാവറപ്പിതാവിനെ മുറിയിൽ കണ്ടില്ല എങ്കിൽ അവർ പോയി നോക്കുന്ന രണ്ടിടങ്ങളുണ്ടായിരുന്നു. ഒന്ന് സക്രാരിയുടെ മുൻപിൽ, മറ്റൊന്ന് സിമിത്തേരിയിലായിരുന്നു. മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും അതുപോലെ തന്നെ സക്രാരിയുടെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആ ഒരു ദൈവസ്നേഹത്തെയും മനുഷ്യ സ്നേഹത്തെയുമുള്ള ആ ഒരു തീക്ഷ്ണതയിൽ ജ്വലിച്ചിരുന്ന ഒരു മനുഷ്യൻ. ഈ ഭൂമിയിലായിരുന്ന നാളുകളൊക്കെ വളരെ ചുരുങ്ങിയ നാളുകളുണ്ട്. ഏകദേശം ഒരു 65 വർഷത്തെ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മനുഷ്യൻ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുമ്പോൾ വിശുദ്ധ ചാവറപ്പിതാവൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു ആഴമായിട്ടുള്ള ദൈവസ്നേഹത്തിലേക്ക് വളരുവാനാണ്. എൻ്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളിലൂടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും എത്ര വലിയ ഇല്ലായ്മയുടെ നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും അവിടെയൊക്കെ എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളെ എന്നെക്കാളും കൂടുതലായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവ് വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ദൈവസ്നേഹത്തെ വീണ്ടും നമ്മളൊന്ന് ബൈബിൾ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നുവെന്ന്. എൻ്റെ ജീവിതത്തിലെ ചില ഇടർച്ചകളും ചില പരാജയങ്ങളും പ്രതീക്ഷിക്കാത്ത ചില മരണങ്ങളൊക്കെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്ന നിമിഷത്തിൽ പോലും അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയുള്ള ഒരു ദൈവം എൻ്റെ ഒപ്പമുണ്ട്. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് തിരുവചനത്തിലൂടെ വീണ്ടും നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്ന്. നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചെന്നാലും അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഉത്തരം തരുവാനായിട്ട് ശക്തിയുള്ള ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ പദ്ധതികളെ നമ്മൾ കുറേയും കൂടി മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ബൈബിൾ നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ ജോബിൻ്റെ പുസ്തകം ഇത്തരമൊരു ദൈവസ്നേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെയും സ്നേഹത്തിൻ്റെ അനുഭവമാക്കി മാറ്റിയ ഒരു മനുഷ്യൻ്റെ കഥയാണ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ജോബിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷത്തിലും ജോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്നാണ്. ജീവിതത്തിൽ ഇങ്ങനെ ശരീരം മുഴുവനും വ്രണങ്ങളുമായിട്ട് ഈ മനുഷ്യനിരിക്കുന്ന നിമിഷത്തിൽ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ചാരമൊക്കെ ഇങ്ങനെ മേത്തിട്ടുകൊണ്ട് ചിരട്ട വെച്ച് മുറിവുകൾ ഇങ്ങനെ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ജോബിന്റെ ചിത്രം. അത്രമാത്രം ഇങ്ങനെ സഹനത്തിന്റെ നിമിഷത്തിലൂടെ കടന്നുപോയിട്ടും പ്രിയപ്പെട്ടവരൊക്കെ ഇങ്ങനെ ദൈവത്തെ തള്ളിപ്പറയുവാനായിട്ട് പിന്നാലെ നടന്നു പറയുമ്പോഴും ഈ മനുഷ്യൻ പറയുന്നത് ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്നാണ്. അതാണ് യഥാർത്ഥമായിട്ടുള്ള ദൈവസ്നേഹം എന്ന് പറയുന്നത്. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് എന്തൊക്കെ സഹനത്തിൻ്റെ നിമിഷങ്ങൾ തന്നാലും അതിനെ എല്ലാം ഒരുപാട് ഇങ്ങനെ രക്ഷയുടെ സ്നേഹത്തിൻ്റെ അനുഭവമായിട്ട് ഞാൻ കാണുമ്പോൾ അവിടെയാണ് നമ്മുടെ ജീവിതങ്ങൾ ഒരുപാട് അനുഗ്രഹമായിട്ട് മാറുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നമ്മൾ ഒന്നുകൂടി ഒന്ന് കടന്നു വന്ന് ചിന്തിക്കുമ്പോൾ സ്വപ്നങ്ങളെല്ലാം ഇങ്ങനെ പൂർത്തീകരിക്കപ്പെടാതെ പോകുന്ന നിമിഷങ്ങളിൽ എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ വരുന്നു എന്നുള്ള ഒരു ചഞ്ചലപ്പെടുത്തുന്ന ചോദ്യമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തേണ്ടത് അബ്രാഹത്തിൻ്റെ വിശ്വാസമായിരുന്നു, പരിശുദ്ധ അമ്മയുടെ ബോധ്യങ്ങളുള്ള വിശ്വാസമായിരുന്നു. പരിശുദ്ധ അമ്മ ഈശോയുടെ ചേതനയേറ്റ ശരീരം ഇങ്ങനെ കൈകളിൽ ഏറ്റുവാങ്ങേണ്ട നിമിഷത്തിൽ പോലും ആ അമ്മയുടെ മനസ്സ് എത്രമാത്രം ഇങ്ങനെ വേദനിച്ചിട്ടുണ്ടാകും. പക്ഷെ അതെല്ലാം ഇങ്ങനെ ഒരു ദൈവഹിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവൾ സ്വീകരിക്കുമ്പോൾ അതിനെ ഒരു രക്ഷയുടെ അനുഭവമാക്കി മാറ്റുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ ഒരു രക്ഷയുടെ അനുഭവം, ദൈവസ്നേഹത്തെ പ്രതി എല്ലാം കാണുവാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ആഴപ്പെടുത്തിയെടുക്കാം. ജീവിതത്തിൽ എൻ്റെ ദൈവം തകർച്ചകൾ തന്നാലും എൻ്റെ ദൈവം പരാജയങ്ങൾ തന്നാലും അതിനെല്ലാം ഉത്തരം തരുവാനായിട്ട് ശക്തിയുള്ളൊരു ദൈവം എൻ്റെ ഒപ്പമുണ്ട്.
കുരിശിൽ കിടക്കുന്ന അവൻ്റെ വിരിച്ച കരങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്, മകനെ, നിന്റെ വേദനകളുടെ നിമിഷത്തിലും നിന്റെ പരാജയത്തിൻ്റെ നിമിഷത്തിലും നിന്റെ ആകുലതകളുടെ നിമിഷത്തിലും ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുവെന്നാണ്. മകനെ, എൻ്റെ മുറിപ്പാടുള്ള കരങ്ങൾ നീട്ടിക്കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നുവെന്ന് ആ മുറിയപ്പെട്ട ക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ അവൻ്റെ ആ ഒരു സ്നേഹത്തിലേക്ക്, ആ ഒരു 33-കാരൻ്റെ നിഷ്കളങ്ക മനോഭാവത്തിലേക്ക്, പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അത്രമാത്രം ഒരു നിഷ്കളങ്കതയോട് കൂടിയിട്ട് ദൈവകരങ്ങളിലേക്ക് ആത്മാവിനെ സമർപ്പിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ദൈവസ്നേഹത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.